പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. അതിനുണ്ടായ കാരണം I2I സുനിലിൻ്റെ കൂട്ടത്തിൽ AB തോമസ് എന്നൊരു മതപണ്ഡിതൻ എന്ന് വേണം പറയാൻ. അദ്ദേഹം കൂദാശകളെക്കുറിച്ച് പറഞ്ഞു. 2 കൂദാശകളെ ഉള്ളൂ. അത് ശരിയായിരിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, അത് പറഞ്ഞത് ഈ കൂദാശ എന്താണെന്ന് ആദ്യം എൻ്റെ സഹോദര AB തോമസ് ഒന്ന് പറഞ്ഞതാ. കൂദാശ ഈ ദൈവം മാളിക മുകളിൽ അപ്പവും വീഞ്ഞും വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്നിലും വസിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ വരുമ്പോൾ നിങ്ങളിത് അനുഷ്ഠിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ നടന്നത്? കൂദാശ എന്ന് പറഞ്ഞ എന്തിനെക്കുറിച്ചാണ്? AB തോമസ് സാർ തന്നെ പറഞ്ഞിരുന്നു. അത് ആ മൂക്കി പറഞ്ഞാൽ മതി, വേണ്ട പോട്ടെ. എന്നാൽ AB തോമസ് സാറേ, താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യം ഒരു 8 മാസത്തിന് മുമ്പ് ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുരോഹിത വർഗത്തിന് ധൂപക്കുറ്റി എന്തിനുള്ളതാണെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ തന്നെ അവർ കണ്ണടച്ച് അതിനെ പോക്കറ്റ് നിറയ്ക്കാനായിട്ടുള്ളൊരു ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണമായി മാത്രം കരുതുന്നു. അതായത് എവിടെ പോയാലും അതിനെക്കുറിച്ച് പറയാം. സാധാരണ ഹോസ്പിറ്റലിൽ ഹോം കോൾ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട്. അവരുടെ ഒരു കിറ്റ് ഏതോ വീട്ടിൽ പോകുന്നു അവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, എല്ലാ എക്യുപ്മെൻസും ഒരു ഇതിനകത്ത് കാണും എന്ന് പറഞ്ഞ പോലാണ് ഇന്നത്തെ ഓർത്തസഭയിലെ പുരോഹിതന്മാരും കപ്പ്യാരന്മാരും. കപ്പ്യാരെന്ന് പറഞ്ഞു എന്നെ ചീത്ത വിളിക്കണ്ട, നിങ്ങളൊക്കെ അതിനും ഉയർന്ന പദവിയിലാണ് ഇപ്പോഴേ. ഏതായാലും ഇവരെ എവിടെ പോകണമെങ്കിലും ഒരു ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചട്ടക്കരി, കുന്തിരിക്ക, ധൂപക്കൊറ്റി 2 കാണും. അതോ ഒന്നിന് കേട് സംഭവിച്ചാൽ എന്ന പോലെ ഇവർ കൊണ്ടുപോയി അതെവിടാണെങ്കിലും അവിടെ ബാത്റൂം വരെ അങ്ങ് ശുദ്ധീകരിക്കും ധൂപക്കുറ്റി വീശി. ഞാൻ ചോദിച്ചത്, സക്കറിയ പുരോഹിതന് എവിടെയായിരുന്നു ധൂപം കാട്ടിയത്? അല്ല എങ്കിൽ പഴയ നിയമത്തിലൊരു രാജാവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം എവിടെയാണ് ധൂപം കാട്ടാൻ ധൂപക്കുറ്റി എടുത്തത്? അദ്ദേഹത്തെ തടഞ്ഞു ആൾക്കാർ. എന്നിട്ടും അദ്ദേഹം ധൂപക്കുറ്റി എടുത്തു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇല്ല. അപ്പോഴേ നിങ്ങൾ ധൂപക്കുറ്റി എടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പോയി. പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ പുരോഹിതന്മാർക്കോ മെത്രാന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ ശൃംഖരികൾക്കോ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുറുമുറുക്കാതെ എന്നെ നിങ്ങൾ എവിടെ വേണമെന്ന് വിളിക്കും. ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് അതിന് ഉത്തരം തരാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. നീയൊക്കെ അന്ന് യേശുവിനെ ക്രൂശിച്ചു, അത്രേ ചെയ്തുള്ളൂ. ഇപ്പം ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയും നിങ്ങൾ വിശ്വാസികളെ അന്തിക്രിസ്തുവിൻ്റെ സൈഡിലേക്ക് നയിക്കാൻ പോവുക. ഞാൻ ചോദിക്കട്ടെ, കാതോലിക്കയ്ക്ക് എത്ര കാറുണ്ട്? അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് അപ്പനുണ്ടാക്കി കൊടുത്തതാണോ? പറയട്ടെ. അവനെ പൊക്കിക്കൊണ്ട് പരിശുദ്ധൻ എന്ന് പറഞ്ഞു നടക്കുന്ന ദരിദ്രവാസികളൊക്കെ ഉണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കാം. അവർക്ക് തോന്നുന്ന പിരിവ് അതിപുരോഹിത വർഗ കള്ളന്മാർ. കാരണം പിരിവുകൾ മുറയ്ക്ക് വന്നെങ്കിലല്ലേ കയറ്റ് വരാനൊക്കത്തുള്ളൂ.
നിന്റെയൊക്കെ അവസാനം അടുത്തടാ. നീ ഒന്നും ഒരു മനുഷ്യരെയും ഒരു വിശ്വാസിയും ദൈവവിശ്വാസിയായി കൊണ്ടുപോകത്തില്ല. നിങ്ങൾ അവരെ നാശത്തിലേക്ക് ചയച്ച് വിടുകയുള്ളൂ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞ വാക്കിൽ വല്ല വ്യത്യാസം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ പുരോഹിതവർക്കുമേ അവരുടെ മൂട് താങ്ങി ഉപജീവനം കഴിക്കുന്ന വിശ്വാസികളിൽ സ്വയമേ വിളിച്ചു പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. നിങ്ങൾ ഇന്ന് ആരൊക്കെയാ വലിയ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച ദേവാലയങ്ങളിൽ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രം പറയണം. നിങ്ങൾ ആരെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഇപ്പോഴും വഞ്ചിക്കുന്നില്ലയോ? ചിലര് ദേവാലയത്തിൽ ബിസിനസ് പരമായിട്ടാണ് ഓരോ സ്ഥാനമാനം ഏറ്റേക്കുന്നത്. കാരണം അത് അവിടെ കൊണ്ടുവച്ചാൽ തീർന്നു നോക്കത്തില്ല, മാറ്റി ഇന്ന് റിപ്പോർട്ട് എഴുതി കാശ് പോക്കറ്റിട്ടാൽ മതിയല്ലോ. അതിൻ്റെ ഒരു വീതം ആർക്കെങ്കിലും ഒന്ന് ഇച്ചിരി കൊടുത്താൽ മതി. ആരാണ്ട് നോക്കുന്നുണ്ടോ? ശരി, ശരി മക്കളെ, നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ബൈബിൾ വായിക്കുക. ഞാൻ ചോദിച്ചത്, ഈ കൂദാശകൾ കൊണ്ട് മാത്രം മനുഷ്യൻ മതിയോ? ജീവിക്കുമോ? നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ആ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ എളുപ്പമാർഗത്തിൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു വീതം, മോട്ടിച്ച് കിട്ടുന്നതിൻ്റെ ഒരു വീതം ഭണ്ഡാരത്തിൽ കൊണ്ടുവരും. അത് പലതാകുമ്പോൾ ടിക്കറ്റ് റെഡിയാവും. നിങ്ങൾ സുഖമായി ജീവിക്കുകയും സന്തോഷത്തോടു കൂടി ഏതായാലും ഓട്ടോ സഭ പോലെ ഒരു നല്ല സഭ ലോകത്തിൽ ഇല്ല. ഇപ്പോഴും നിങ്ങളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഓരോ കള്ള പുരോഹിതന്മാർ ഇപ്പോഴും ഈ അന്ത്യകാലത്തും പാത്രികീസ് അങ്ങനെ ഉണ്ടായതാ, ഇവൻ അങ്ങനെ ഉണ്ടായതാ, നീയൊക്കെ എങ്ങനെ ഉണ്ടായടാ പുരോഹിതനായത്? നിന്നെ ആരാ വായിച്ചത്? പഴയ നിയമത്തിലുണ്ടായിരുന്നു ലേവി ഗോത്രം, പുതിയ നിയമത്തിലുണ്ടായിരുന്നോ? ഇല്ല. അത് അന്നേ അസ്തമിച്ചു പോയി നിന്റെയൊക്കെ പ്രവൃത്തി നിമിത്തം. ഇന്ന് നീയൊക്കെ അന്തിക്രിസ്തുവിന് കൊടി പിടിക്കാനായിട്ട്, അതാണ് നിങ്ങൾ കാണുമ്പം കള്ളൻ കാതോലിക്കാൻ വരുന്നതിന് 5 കിലോമീറ്റർ മുന്നേ വെച്ച് തന്നെ ഒരു 500 മുത്തിക്കുടയും കൊടികളും പിടിച്ചുകൊണ്ട് അവനെ എതിരേറ്റ് എന്തോ പാട്ടാ പാടുന്നത്. പരിശുദ്ധനല്ലയോ? ഓട്ടോ സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്തവരല്ല ഈ കൊടിയും മറ്റേതും പിടിച്ചോണ്ട് ഇവനെ എതിരേൽക്കുന്നത്. നിങ്ങൾക്ക് പോയവർക്ക് പോയി, ഞങ്ങൾക്കൊന്നുമില്ല. എനിക്ക് ഇവനെ താങ്ങിയാൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അത് നിങ്ങൾ ഈ ലോകത്തിലെ കൊണ്ടുപോകത്തുള്ളൂ. വരുവാനിരിക്കുന്ന ലോകത്തിൽ നീയൊക്കെ എവിടെ പോകുമെന്നുള്ളത് കണ്ടോണം.